UDF ഇപ്പോൾ യു-ടേൺ ജനാധിപത്യ മുന്നണിയായി മാറിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം AN ഷംസീർ. അധികാരത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോഴും പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നിരന്തരം പിന്മാറുന്ന നിലപാടാണ് UDFിന്റേതെന്നും AN ഷംസീർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വൻതോതിൽ വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കൂത്തുപറമ്പ് നഗരസഭയിലേക്ക് LDF നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്ന കാര്യത്തിലും കേന്ദ്ര പദ്ധതികളോടുള്ള നിലപാടുകളിലും UDF ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. അധികാരം ലക്ഷ്യമിട്ട് ഓരോ ഘട്ടത്തിലും വാക്കുകൾ മാറ്റിപ്പറയുകയാണ് അവരുടെ ശീലമെന്നും AN ഷംസീർ പറഞ്ഞു. നിങ്ങളിപ്പോൾ UDF ആണോ? അത് യു-ടേൺ സർക്കാരാണ്. UDF എന്നാൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ്. എന്നാൽ ഇത് യു-ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ടായി മാറിയിരിക്കുന്നു. അധികാരത്തിൽ പ്രതിപക്ഷത്തിരിക്കും പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ആ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പറഞ്ഞ കാര്യങ്ങൾക്കകത്തെല്ലാം യു-ടേൺ. നിങ്ങൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പണം നൽകണം. നിങ്ങൾ അധികാരത്തിൽ വന്നു, പണം നൽകുന്നില്ല, അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഒന്നാമത്തെ യു-ടേൺ. രണ്ട്, ഇന്ന് കേരളത്തിലെ മുഖ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന PM ശ്രീ എന്തായിരുന്നു വിഷയം? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഞങ്ങൾ കേട്ടത്? PM ശ്രീയുടെ മുകളിൽ നിയമസഭക്കകത്തും പുറത്തും നിങ്ങൾ ഇടതുപക്ഷത്തെ ആക്ഷേപിച്ചു. ഇതാ ഇടതുപക്ഷം മോഡിയുമായി അന്തർധാര. പാഠപുസ്തകങ്ങൾക്കകത്ത് വർഗീയത കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നു. ഈ PM ശ്രീ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ അറബിക്കടൽ വലിച്ചെറിയും. പാലത്തുംകര കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിച്ചത്. CPI നേതാവ് K ബാബു അധ്യക്ഷത വഹിച്ചു. K ധനഞ്ജയൻ, KV രജീഷ്, N ധനഞ്ജയൻ, K മനോജ്, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. പ്രാദേശിക സർക്കാരുകളെ നോക്കുകുത്തിയാക്കുന്ന സമീപനം തിരുത്തണമെന്ന ആവശ്യമുന്നയിച്ച് നടത്തുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ആദ്യപടിയാണ് മാർച്ച്. മാർച്ചിൽ ജനപ്രതിനിധികളും ബഹുജനങ്ങളും പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.